അതിൻ്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവർ BDS-ഉം MBBS-ഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജി. അങ്ങനെ മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞ ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ചേച്ചി ഒന്നൊരു വിവാദത്തിൽപ്പെട്ടത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമായിരിക്കും. കാരണം ഒരു ക്രീമിന്റെ പേരും പറഞ്ഞ ചേച്ചി ഒരു വിവാദത്തിൽപ്പെട്ടായിരുന്നു. ഇപ്പോൾ അതേപോലെ തന്നെ ചേച്ചി വീണ്ടും ഒരു വൈറൽ പദ്ധതിയിലോട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ചേച്ചിയുടെ വായിന്ന് അബദ്ധത്തിൽ വീണതാണോ അതോ എന്തെങ്കിലും ഇതൊരു കളിയാണോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും സംഭവം എന്ന് വെച്ചാൽ ചേച്ചിയുടെ ഫേസിന് ഈ ഇടയായിട്ട് ഭയങ്കര ഡൾനെസ്സും ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മില്യൺസ് കണക്കിന് ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ചേച്ചിയൊക്കെ ആൾക്കാർ ചോദിക്കില്ലേ, എന്തു പറ്റി ചേച്ചി, എന്തു പറ്റി ചേച്ചിന്ന്. അങ്ങനെ കുറച്ച് ചേച്ചിയുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച് ലാസ്റ്റ് ചേച്ചി അങ്ങ് ഉത്തരം കൊടുത്തു. അപ്പൊ ഉത്തരമാണ് നിങ്ങളിപ്പോ കേൾക്കുന്നത്. ഒന്ന് കണ്ടുപോയിക്കോളൂ കേട്ടോ. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDS-ഉം MBBS-ഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷേ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റോ ബൈ, സീ യു. ഇനി ഇതിന്റെ ന്യായീകരണമായിട്ട് ചേച്ചി വരും കേട്ടോ. എന്തായാലും ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ചേച്ചി എന്തായാലും വരും. ചേച്ചി അത് ചിലപ്പോൾ വേണമെങ്കിൽ ഇമോഷണലി ഭയങ്കര കരഞ്ഞ് മെഴുകി അങ്ങോട്ടൊക്കെ ആയിരിക്കും വരാൻ പോണത്. എന്നെ മെന്റലി സ്ട്രെസ് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞായിരിക്കും ചേച്ചി വരാൻ പോണത്. എന്തായാലും അത് നമുക്ക് വരനെടുത്ത് വെച്ച് കാണാം. എന്തായാലും ചേച്ചി ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർക്ക് ഇവരുടെ ഫേസിൽ എന്തൊക്കെയോ വന്നപ്പോഴത്തേക്കും, അതായത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു ഫേസിൽ. മിക്കവാറും അത് അറഞ്ചം പുറഞ്ചം അങ്ങോട്ട് ക്രീമൊക്കെ അങ്ങോട്ട് വാരിയെടുത്ത് തേക്കണല്ലേ, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, ഈ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് വാരി അങ്ങ് തേച്ച് ലാസ്റ്റ് എന്തൊക്കെയോ പ്രോബ്ലംസ് ചേച്ചിക്ക് വന്നു ഫേസിന്. അപ്പം ചേച്ചി എന്ത് വിചാരിച്ചു, ഇനി ക്രീമൊന്നും ചെയ്യണ്ട, ക്രീമൊന്നും വെച്ചിട്ട് അത് സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യണ്ട, അതുകൊണ്ട് പല ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട്, അതായത് നാട്ടുകാരെ പറ്റിച്ച് കിട്ടുന്ന ഈ കാശുണ്ടല്ലോ, ഈ കാശ് കൊണ്ടിട്ട് വല്ല ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് എന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാം, അതായിരിക്കും നല്ലതെന്നാണ് ചേച്ചി പറയണത്. അങ്ങനെ ചേച്ചി ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു ഡോക്ടറെ പോയി കണ്ടപ്പോൾ സംഭവിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് അവിടുത്തെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് വ്യാജ ഡോക്ടേഴ്സ് എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. അതായത് 6 മാസം ഈ 2 മാസമൊക്കെ കോഴ്സ് പഠിച്ചിട്ട് അവിടെ വന്ന് ഇരിക്കുന്നു എന്നാണ് ഈ പുള്ളിക്കാരി വന്ന് പറയണത്. അപ്പൊ അവർ അതും ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും പുള്ളിക്കാരുടെ ഫേസിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. അതാണ് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്കാരി അവിടെ നിന്ന് ഫയലൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ചേച്ചിക്ക് മാനസികപരമായിട്ട് വളരെയധികം വിഷമമായി പോയി. കാരണം വെച്ചാൽ ഫേസിനല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 4 ആള് കാണത്തില്ല. അത് ഈ മില്യൺസ് കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചേച്ചിക്ക് എങ്ങനെ പറ്റുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ലേ. പിന്നെ ചേച്ചി വീഡിയോ ഇടാതിരുന്നാലും പ്രശ്നമാണ്. പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞ വീഡിയോസിലെ സബ്സ്ക്രൈബേഴ്സും വന്ന് ചോദിക്കുക എന്ത് പറ്റിയെന്ന്. അപ്പൊ മൊത്തത്തെ ചേച്ചി ഫുള്ളായിട്ട് ഡാമേജ് ആയിട്ട് ഇരിക്കണേ. അപ്പോഴാണ് ഈ സംഭവം കൂടി വന്നപ്പോൾ ചേച്ചി ടോട്ടലി ഡാമേജ് ആയിപ്പോയി. അതായത് ഫേസിന് സംഭവിച്ചതൊക്കെ മാറ്റിയെടുക്കണം, ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം, ഒരു നല്ലൊരു ഡോക്ടറെ കണ്ട്, അതായത് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവര് പറയുന്ന രീതിയിൽ ഫേസിനെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചപ്പോഴത്തേന് അവിടെയും ചതി പറ്റി. അതായത് ഒന്ന് ഓർത്ത് നോക്കിയാൽ അതായത് പഴയ ഒരു പഴഞ്ചൊല്ലല്ലേ, പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ
ദൈവം ചതിക്കും എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലില്ലേ. അതായത് വൈകിയായാലും എന്താണ് ഈ ചട്ടനിട്ടും കിട്ടും പണി. അതായത് ഈ ചേച്ചി പ്രൊമോഷൻ ചെയ്ത് എത്രയോ പേരെ ചതിക്കുന്നുണ്ട്. അതേപോലെ അതായത് നിഷ്കളങ്കരായ ഒത്തിരി പേരെ ചതിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചേച്ചിക്കിട്ടും പണി കിട്ടി. വൈകിയാലും ചേച്ചിക്കിട്ട് പണി കിട്ടി. അപ്പൊ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചേച്ചിനെ വിശ്വസിച്ച് ചേച്ചീനെ അത്രമേൽ ഇഷ്ടപ്പെട്ട് ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടിട്ട് ഈ വന്ന് ചേച്ചി പറയുന്ന ക്രീംസും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് ആൾക്കാർക്കൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ട് വരണേ. അപ്പൊ അവർക്ക് പറയാൻ പറ്റും യൂട്യൂബിലെ ചേച്ചി ഇല്ലേ കല്യാൺ ചേച്ചി പറഞ്ഞ ക്രീം വാങ്ങിച്ചിട്ട് തേച്ചിട്ട് എനിക്ക് പറ്റിയതാണ് എന്ന് വന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് സൈഡ് എഫക്റ്റ് ആകുന്ന ആൾക്കാർക്കും എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. കഴിഞ്ഞ തവണ ചേച്ചി ഇതുപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നായിരുന്നു. അതായത് ക്രീമിന്റെ പ്രൊമോഷനായിട്ട്. ആ ക്രീമിന്റെ പ്രൊമോഷന് വന്നപ്പോഴത്തേനും അതിലെ കള്ളത്തരങ്ങൾ ആൾക്കാർ തിരിച്ചറിഞ്ഞ് ചേച്ചിനെ ഒന്ന് വലിച്ചു കയറിയായിരുന്നു. അപ്പൊ ചേച്ചി കുറെ മുട്ടാപ്പയാൾക്ക് ന്യായങ്ങളായിട്ട് വന്നായിരുന്നു. അതായത് വളരെയധികം എന്താ പറയണത് ദേഷ്യം വന്ന് ഭയങ്കര ചേച്ചി അങ്ങോട്ട് സ്ട്രെസ് ആയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന് ഓർത്തിട്ടെ ചേച്ചിയുടെ ചേച്ചിയുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. അതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം ചേച്ചി എന്താണ്. അപ്പൊ ചേച്ചി അങ്ങോട്ട് അറിഞ്ഞും മുറിഞ്ഞും അങ്ങ് തേച്ച് ക്രീമൊക്കെ എല്ലായിടും തേച്ച് നോക്ക് അതായത് നമ്മുടെ മറ്റേ മണിച്ചിത്രത്താഴിൽ നമ്മുടെ ഗംഗേച്ചി അവതരിപ്പിച്ച ഒരു ക്യാരക്ടർ പോലെ, അല്ലെ നാഗവല്ലിയുടെ ഒരു ക്യാരക്ടർ പോലെ ചേച്ചി ആ വീഡിയോയിൽ എനിക്ക് തോന്നിയത് കേട്ടോ. അതുപോലത്തെ ഒരു ആക്ഷനൊക്കെ ആയിരുന്നു അന്ന് ചേച്ചി നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഇപ്പൊ ചേച്ചിക്കിട്ട് പണി കിട്ടി, അതാണ് ചേച്ചി പറയുന്നത്. പക്ഷെ ഇത് ചേച്ചിയുടെ അബദ്ധത്തിൽ വീണതാണോ അത് അറിഞ്ഞുകൊണ്ടിട്ടതാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും ചേച്ചിയുടെ ഫേസ് കുറച്ച് നാളായിട്ട് വളരെയധികം ഡള്ളൊക്കെ ആയിരുന്നു. എനിക്ക് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, ഇത്രയും ക്രീമിനെ കുറിച്ച് എല്ലാം നന്നായിട്ട് അറിയാവുന്ന ആളാണ് ചേച്ചി. എല്ലാം അതായത് ഒട്ടുമിക്ക ബ്രാൻഡുകളിൽ നിന്നും പ്രൊമോഷൻ വാങ്ങിക്കുന്ന ഒരാളാണ് ചേച്ചി. അതേപോലെ തന്നെ ഈ കല്യാണി എല്ലാ എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ പുള്ളിക്കാരിക്ക് ഒട്ടുമിക്ക ബ്രാൻഡ് പ്രോഡക്ട്സിന് എല്ലാം പുള്ളിക്കാരിക്ക് എന്താണ് പറയണ പ്രൊമോഷൻ കിട്ടുന്നതാണ്. ചേച്ചിക്കാണെങ്കിൽ ഒരു ക്രീം ഉണ്ടെങ്കിൽ ആ ക്രീമിന്റെ സൈഡ് എഫക്റ്റ് അറിയാം. ആ ക്രീമിനെ കുറിച്ച് എല്ലാം സകല കലാവല്ലഭയാണ്. അതായത് ആ ക്രീമിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്, ആ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് അറിയാവുന്നതാണ്. പക്ഷെ ചേച്ചിക്ക് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഓർക്കാൻ നേരത്താ. അതുമല്ല, ഇപ്പൊ ഒരു ക്രീം കൊണ്ട് എന്തെങ്കിലും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് മറ്റൊരു ക്രീം ഉപയോഗിച്ച് ചേച്ചിക്ക് അത് മാറ്റിയെടുക്കാൻ പാടില്ലായിരുന്നോ? ചേച്ചി എന്തിനാ ഒരു ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വളരെയധികം സങ്കടമുണ്ട് ചേച്ചിയുടെ ഈ അവസ്ഥ കണ്ടിട്ട്. ഈ പുള്ളിക്കാരിയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ധാരണയുണ്ട്. അതായത് വെളുപ്പുണ്ടെങ്കിലേ സൗന്ദര്യമുള്ളൂ, സൗന്ദര്യമാണ് വെളുപ്പ്, ആ വെളുപ്പാണ് സൗന്ദര്യം, അങ്ങനെ ഒരുപാട് എന്താ പറയണത് ഈ അതായത് നിറമില്ലാത്തവരെ പുച്ഛിക്കുന്ന രീതിയിലുള്ള ടൈപ്പൊക്കെയാണ് ഈ പുള്ളിക്കാരിയൊക്കെ പറയണത്. അതായത് ഇന്ന ക്രീം തേച്ചാൽ നിങ്ങൾ വെളുക്കും, അതുകൊണ്ട് നിങ്ങൾ അവർ വെളുപ്പിനെയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണത്. മനസ്സിലായോ? അങ്ങനെയൊക്കെ ഇവർ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ കുറെ കിടന്ന് ബ്രാൻഡ് പ്രൊമോഷൻ കിടന്ന് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഇവരാണെങ്കിൽ ആലോചിക്കുന്നേ ഇല്ല. കാരണം ഇവരെ വിശ്വസിച്ച് ഇവര് പറയുന്ന ക്രീംസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവർ ആലോചിക്കുന്നില്ല, ഇവരതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല, ഇവരതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഇവരൊരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേന് ഇവർക്ക് അതിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ബ്രാൻഡിനും കാശ് കിട്ടുന്നുണ്ട്. അതായത് ഇത് വാങ്ങിക്കുമ്പോഴത്തേനും അവർക്കും എന്തായി കാശ് കിട്ടുന്നുണ്ട്. അതായത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം നന്നായിട്ട് വില പോകുന്നുണ്ട്. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്ക്, അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് അതിനെ കുറിച്ചൊന്നും ഇവരതൊന്നും എന്താ പറയണ ശ്രദ്ധ ചെലുത്തുന്നേ ഇല്ല. എനിക്ക് ഇവര് ഈ വീഡിയോയിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ? അത് ഞാൻ നിങ്ങൾക്ക് ആ വോയിസ് ഒന്ന് കേൾപ്പിച്ചു തരാവേ. അതിന്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എന്റെ മനസ്സ് അംഗീകരിക്കാത്ത എന്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാള്. അതായത് ചേച്ചി എന്താ പറയണത്, അതായത് ഒരാൾ ഇങ്ങനെ ചീറ്റ് ചെയ്യുമോ എന്നുള്ളൊരു സംഭവമാണ് ചേച്ചി പറയണത് അല്ലെ. അപ്പൊ എന്താണ് ഇവര് ചീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇവർ ആലോചിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഇവര് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഇപ്പൊ ഞാൻ ഈ അസ്വി മലയാളത്തിലെ പെൺകുട്ടി അവര് പറഞ്ഞത്, പിന്നെ ആരാ ഗ്ലാമി ഗംഗ, ഇവരൊക്കെ പറഞ്ഞ പല പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ ആ യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്കത് അത്ര വർക്കായിട്ടില്ല. ചിലപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് അറിയത്തില്ല. ചിലപ്പോൾ അവരുടെ എന്റെ സ്കിൻ ടോൺ തമ്മിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ ഒരിക്കലും അതുകൊണ്ട് തന്നെ ഇവരുടെ ഒന്നും ചാനലും അങ്ങനെ കാണാൻ പോകത്തില്ല. ഇവര് പറയുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിക്കാനും പോകാറില്ല. എന്നും പറഞ്ഞ് ഞാൻ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിക്കാത്ത ഒരാളേ അല്ലട്ടോ. ഞാൻ അത്യാവശ്യം ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ എനിക്ക് കൂടുതലും ഇത് ഇഷ്ടപ്പെട്ട, അതായത് എന്താ പറയുന്ന ഒരു ജെന്യുവൻലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പറയുന്ന എന്തായിരുന്നു റിൻസി,
റിൻസി എന്ന് പറയുന്ന ഒരു ചാനല്, പിന്നെ വരുന്ന സിംപ്ലി സ്റ്റൈൽ ഉണ്ണി, ഇവരുടെയൊക്കെ ചാനൽ എനിക്ക് പിന്നെയും ഇഷ്ടമാണ്. കാരണം അവരൊക്കെ നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അവർ ക്യാഷിന് വേണ്ടി മാത്രമായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ അവർ പറയുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാത്ത രീതിയിലൊക്കെയാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതൊക്കെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ നമുക്കത് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ ഇതുപോലുള്ള കുറെ ആൾക്കാരുണ്ട് കാശിന് വേണ്ടി എന്തും കിടന്ന് കാണിക്കുക. അതായത് ചെയ്യുന്ന ജോലിയിൽ കുറച്ചുകൂടി ആത്മാർത്ഥം ഇല്ലാതെ കിടന്ന് കാണിക്കുന്ന ഇതേപോലത്തെ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇവരെ മാത്രമല്ല, ഇവരെ പോലെ പല ആൾക്കാരും ഉണ്ട്. ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്ത് വിശ്വാസമുള്ള 2 ചാനലിന്റെ നെയിമാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. പിന്നെ കല്യാണി ചേച്ചി, നിങ്ങൾ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ അതായത് ആ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആ ഹോസ്പിറ്റലിലെയും ആ ഡോക്ടേഴ്സിന്റെയും കൂടി പേര് പറഞ്ഞിരുന്നെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഗുണമായേനെ. അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഒരു ഗുണമായേനെ. അതും കൂടി പറഞ്ഞിരുന്നെങ്കിൽ വളരെയധികം നന്നായിരുന്നു.